ലോർഡ്സ് ടെസ്റ്റിലെ മൂന്നാം ദിനത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇംഗ്ലണ്ടും ഇന്ത്യയും കാഴ്ചവെച്ചത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്നാം ടെസ്റ്റ് ആവേശകരമായ ഘട്ടത്തിലേക്ക് കടന്നു. മൂന്നാം ദിനത്തിലെ കളി അവസാനിച്ചപ്പോൾ ഇരു ടീമുകളും 387 റൺസ് വീതമെടുത്ത് സമനില പാലിക്കുകയായിരുന്നു. ഇത് മത്സരത്തെ കൂടുതൽ പ്രവചനാതീതമാക്കിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് 387 റൺസിന് അവസാനിച്ചപ്പോൾ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ടും അതേ സ്കോറിൽ പുറത്തായത് ക്രിക്കറ്റ് പ്രേമികളെ ഞെട്ടിച്ചു. ഇന്ത്യൻ ബൌളർമാർ കൃത്യതയോടെ പന്തെറിഞ്ഞപ്പോൾ ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻമാർക്ക് കാര്യമായി ഒന്നും ചെയ്യാനായില്ല. മൂന്നാം ദിനം രണ്ടാം ഇന്നിംഗ്സ് ആരംഭിച്ചെങ്കിലും വേഗം കളിയവസാനിപ്പിക്കാൻ ഓപ്പണർ സാക് ക്രോളി സമയം വൈകിപ്പിച്ചെന്ന ആരോപണമാണ് ഉയരുന്നത്. മൈതാനത്ത് ഇത് സംബന്ധിച്ച് ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗില്ലും ക്രോളിയും വാക്കേറ്റത്തിലേർപ്പെട്ടു. ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യാനിറങ്ങിയ ഘട്ടത്തിൽ 6 മിനിറ്റോളം ബാക്കിയുണ്ടായിരുന്നു. കുറഞ്ഞത് 2 ഓവറെങ്കിലും ഇന്ത്യക്കറിയാം. എന്നാൽ ബുംറ എറിഞ്ഞ ആദ്യ ഓവറിനിടെ തന്നെ സാക് ക്രോളി സമയം കളയുന്നതാണ് കണ്ടത്. ആദ്യ പന്തിൽ ക്രോളി റണ്ണൊന്നും എടുത്തില്ല. രണ്ടാം പന്തിൽ 2 റൺസ് എടുത്തു. എന്നാൽ മൂന്നാം പന്ത് എറിയുന്നതിന് മുമ്പായി ക്രീസിൽ നിന്ന് മാറിയ ക്രോളി അല്പസമയം കഴിഞ്ഞാണ് ബാറ്റിംഗ് തുടർന്നത്. ഇത് ഇന്ത്യൻ താരങ്ങളെ ചൊടിപ്പിച്ചു. ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറയുടെ തകർപ്പൻ പ്രകടനമാണ് ഇംഗ്ലണ്ടിനെ 387 റൺസിലൊതുക്കാൻ ഇന്ത്യയെ സഹായിച്ചത്. 5 വിക്കറ്റുകൾ വീഴ്ത്തി ബുംറ ഇന്ത്യൻ ബൌളിംഗ് നിരയെ മുന്നിൽ നിന്ന് നയിച്ചു. ലോർഡ്സിൽ 5 വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ പേസർ എന്ന റെക്കോർഡും ബുംറ സ്വന്തമാക്കി. മത്സരം നിർണായകമായ 4ാം ദിനത്തിലേക്ക് നിലവിൽ ഇംഗ്ലണ്ടിന് 193 റൺസിന്റെ ലീഡുണ്ട്. 4ാം ദിനം മത്സരം കൂടുതൽ ആവേശകരമാകുമെന്നുറപ്പാണ്. ഇരു ടീമുകളും വിജയത്തിനായി സർവ്വശക്തിയും എടുത്തു പോരാടും. ലോർഡ്സ് ടെസ്റ്റിലെ ഈ ആവേശകരമായ പോരാട്ടത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട നിമിഷം ഏതായിരുന്നു?